ഇപ്പോൾ അനിൽകുമാർ ചേരുന്നുണ്ട്, CPM നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ നടത്തുന്ന ഒരു നീക്കം, കാരണം പരാതിയുടെ അടിസ്ഥാനത്തിൽ, പരാതിയിലെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് എടുക്കാനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് എന്ന് DGP അങ്ങനെ ഒരു ശുപാർശ ചെയ്യുകയാണ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അതിനെ പിൻപറ്റിയായിരിക്കണം ഈ നീക്കങ്ങൾ വരുന്നത്. പക്ഷേ അല്പസമയം പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കൾ പറയും, ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ വാചകങ്ങൾ തിടുക്കപ്പെട്ടുള്ള ഒരു നീക്കം, അത് രാഷ്ട്രീയമായ ഒരാളെ വേട്ടയാടാൻ കരുതിക്കൂട്ടിയുള്ള നീക്കമെന്നാണ് പ്രതികരിക്കുന്നത്. എന്താണ് CPM-ന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്? നിയമവാഴ്ചയുള്ള ഒരു സമൂഹത്തിൽ ഇത്തരമൊരു വെളിപ്പെടുത്തൽ വന്നാൽ അതിന്റെ ഭാഗമായി നടപടികളിലേക്ക് പോയിട്ടില്ല എങ്കിൽ എന്താണ് പറയുക? ആ വ്യക്തിയെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപമാണ് സ്വാഭാവികമായിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ധാരാളം വസ്തുതകൾ പുറത്തു വന്നു. ഒന്ന്, ഒരു കുട്ടിയെ പിന്തുടർന്ന് അതിന്റെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന വസ്തുതകളാണ് പുറത്തു വന്നത്. അതിന്റെ യഥാർത്ഥ ശബ്ദങ്ങളൊക്കെ മാധ്യമങ്ങളുടെ പക്കലുണ്ട്. ആ തെളിവുകൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. ഏത് ഫോണിൽ നിന്നാണ് ആ വിവരങ്ങൾ അവർക്ക് ലഭിച്ചത് എന്ന് ലഭിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സ്വാഭാവികമായി അത്തരം വസ്തുതകൾ കണ്ടെത്തപ്പെടുമ്പോൾ, ആ ശബ്ദങ്ങൾ ആരുടേതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ, ഒരു പ്രതിയെ കോടതി മുമ്പാകെ എത്തിക്കാൻ ആവശ്യമായ വസ്തുതകൾ ഇപ്പോൾ തന്നെ പൊതുമണ്ഡലത്തിലുണ്ട്. അതിനെ ഭയപ്പെട്ടോടേണ്ട കാര്യമില്ല. സിറ്റുവേഷൻസ്, സമാന കേസുകളിൽ LDF-നൊപ്പം നിൽക്കുന്ന കക്ഷികളുടെ അല്ലെങ്കിൽ CPM-ന്റെ ജനപ്രതിനിധികൾക്കെതിരെ ഇതേ ഗ്രൗണ്ടിലുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഈ തിടുക്കം കാട്ടിയില്ലല്ലോ എന്നാണ് അവരുടെ ചോദ്യം. അതെ, അതാണ് നിങ്ങൾ ഈ സംഘടന നയതന്ത്രം നിങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന പോലെ എന്തെങ്കിലും ഒരു ശബ്ദം നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? അങ്ങനെ ചൂണ്ടിക്കാണിച്ച ഏത് ശബ്ദത്തെയാണ് സർക്കാർ അതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് വിധേയമാകാതിരുന്നത്? നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്, സന്നദ്ധവുമാണ്. ശ്രീ അനിൽകുമാർ, അങ്ങ് നിയമം പഠിച്ച ഒരാൾ കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം, ഈ പരാതിക്കാരില്ലാത്ത ഒരു കേസിൽ പരാതിക്കാരെവിടെ, ഒരു കഷ്ണം പേപ്പറിലെങ്കിലും പരാതി ഉണ്ടോ എന്നാണ് ആദ്യ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ട പരിച. അപ്പോൾ അതനുസരിച്ച് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ രാഹുലിനും കോടതി സമീപിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇത് എന്ത് ഗ്രൗണ്ടിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പരാതിക്കാരില്ലാതെ ഈ കേസിനെ സമീപിക്കാൻ കഴിയുക? 8ഓളം വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ മൂന്നാം കക്ഷി അടക്കം നൽകിയിട്ടുള്ള പരാതികളുണ്ട്. അപ്പോൾ അതിനെ നമ്മൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? നമ്മുടെ മുമ്പിലുള്ള വസ്തുത, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു. അവർക്ക് തന്നെ അപകടമുണ്ടാകുന്ന വിധം മരുന്നുകൾ കഴിക്കാൻ നിർബന്ധിക്കുന്നു. അതിനുശേഷം ആ കുട്ടി ഇപ്പൊ ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തതയില്ല. എവിടെയോ ഗർഭചിത്രം നടത്തിയിട്ടുണ്ട്. ആ സ്ഥലം കണ്ടെത്താനാകും. അത് നിയമാനുസരണമുള്ള അനുമതിയോടെ അല്ലെങ്കിൽ അത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ്. അതിൽ ഒരാളാണോ പ്രതിയാവുക, രണ്ടാളും പ്രതിയാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിന് മുന്നിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന വസ്തുതയാണ്. അത് ഗർഭചിത്രം നടന്നു എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് കണ്ടെത്തേണ്ടത്? ഒരാളാണോ പ്രതിയാവുന്നത്, രണ്ടാളാണോ പ്രതിയാവുന്നത്? അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്താൻ സാധിക്കുന്നതേ ഉള്ളൂ. ഇതിന് ഏതെങ്കിലും മാത്രമേ ഉള്ളൂ. നിഗൂഢത തുടക്കത്തിലെ ആരോപിക്കേണ്ടതില്ല എന്നാണ് CPM-ന്റെ ഇക്കാര്യത്തിലെ നിലപാട്, അല്ലേ അനിൽ? അതെ, ഇതിൽ നിഗൂഢതയുടെ പ്രശ്നമല്ല. ഇത്തരമൊരു കാര്യമുണ്ടായാൽ നിയമവാഴ്ചയുള്ള സമൂഹത്തിനകത്ത് നിയമം അത് പരിശോധിക്കണം. ഒരു പരിശോധനയ്ക്ക് വിധേയമാകുന്നതിൽ രാഹുലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതേവരെ അദ്ദേഹത്തിന്റെ ശബ്ദമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഇനി അദ്ദേഹത്തിന്റെ ശബ്ദമല്ലെങ്കിൽ ഒരു MLA അവമാനിക്കാൻ വേണ്ടി ഇത്തരമൊരു ശബ്ദം ഉണ്ടാക്കിയെന്ന് നമുക്ക് വേണമെങ്കിൽ ആരോപിക്കുകയും ചെയ്യാമല്ലോ. വസ്തുത കണ്ടെത്തട്ടെ. അദ്ദേഹത്തെ രക്ഷിക്കാനാണെങ്കിലോ ഈ ശബ്ദം അദ്ദേഹത്തിന്റെ അല്ലാന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് തലയുയർത്തി നടക്കാമല്ലോ. അപ്പോ അതിന് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്?